അപ്പോൾ അങ്ങനെ ഗുരുവായൂർ യാത്രയിൽ ആരംഭിക്കുകയാണ്. വൈകുന്നേരത്തെ ഗുരുവായൂർ യാത്രയിൽ മോനോട്ടൻ, അമ്മ, ദൈവവും മാളു, ദീപാതിരൂപ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗുരുവായൂർ യാത്ര ആരംഭിക്കുകയാണ്. ഇത് ഫ്രണ്ട് ബാഗും ഉണ്ടായിരുന്നു. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇല്ല, അത് നമ്മുടെ സഞ്ചിയാണ്, പൊന്നാറ സഞ്ചി. ഒന്നും വേണ്ട. നമ്മൾ മറ്റേ സന്യാസത്തിന് പോണക്കായി മുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറഞ്ഞാൽ ആ പോണ യാത്രയ്ക്ക് അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ ഒരു ദർശനം നടത്തിയിട്ട് അത് രാത്രിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഭഗവാനോടൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മുടെ തിരുത്തുപ്പള്ളി അല്ല, ഞാൻ പോയത് ഇത് വഴിയാണ്, വട്ടക്കാട് വഴി ഇങ്ങനെ പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഭാഗമൊക്കെയാണല്ലോ. അവിടെ നേരെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾക്കിപ്പോൾ ഓരോ സ്ഥലങ്ങളാണ് വലിയ രസമൊന്നുമില്ല. എനിക്കൊരു രസത്തിന് സുഖത്തിന് വേണ്ടി മാത്രം ഇത് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഈ ഭാഗ്യത്തെ പുറകെ അങ്ങ് പോയിക്കൊണ്ടിരിക്കാം. പെരുമ്പാവൂർ എത്തിയപ്പോൾ ഇറക്കാൻ തുടങ്ങി. നോക്കാം. അങ്ങനെ കാലടി കഴിഞ്ഞു. ഉറക്കം ആദ്യത്തെ പോലെ തന്നെ അങ്ങനെ നിൽക്കുന്നു. കാരണം വലിയ ഉറക്കമല്ല, ചെറിയ ഉറക്കമുണ്ട്. കപ്പലണ്ടി കിട്ടിയാൽ തിന്നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ കപ്പലണ്ടി എങ്ങുമില്ല. നോക്കാം. അതെ, കപ്പലിനെ അതിന് തണുപ്പൊക്കെ വരണ്ട്. ഇത് തണുപ്പാട്ടുണ്ട്, തണുപ്പായിട്ടില്ല. അങ്ങനെ അങ്കമാലി കഴിഞ്ഞു. ഞാൻ ഈ പള്ളിയോട് വന്നപ്പോൾ ഭയങ്കര ലേറ്റ്. കപ്പലിന്റെ വറുത്തത്. അപ്പൊ നമ്മൾ ഏകദേശം കൈപ്പറമ്പ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. കുണ്ടപ്പഞ്ചായത്ത് നമ്മളിപ്പോൾ മറക്കടിച്ചു. ആ ചേട്ടന് ഞാനെന്തൊരു കൊടുത്ത് ചെയ്യാതെ ആ ചേട്ടനറിയാം. ഇങ്ങനെ വീഴാണ്ട് ഉറങ്ങാണ്ട് നമ്മൾ കൈപ്പറമ്പ് പറഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററാണ്. അതായത് പെരുമ്പാവൂർ ഭഗവാനെ കൃഷ്ണ. അപ്പോൾ അങ്ങനെ ഞാൻ ഗുരുവായൂരെത്തിയിട്ട് എനിക്ക് തന്നെ അതിശയമായിരുന്നു ഞാൻ ഇവിടം വരെ എത്തിയത്, എങ്ങനെ എത്തി എന്നൊക്കെ. കാരണം ഉറങ്ങിയില്ല, ദിവസമായിട്ട് ഭയങ്കര ഫ്രഷായിട്ട് വന്നു. ഈ ചേട്ടൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് ചുമ്മാ ഞാനതൊരു രസത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളാദ്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ എന്ത് സംഭവിക്കാനാണ്, നിയമമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞാനിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ഇങ്ങനെ പോയി നേരെ ഇത് കഴിഞ്ഞു. നേരെ മറ്റേ ഇത് ലാസ്റ്റത്തെ വീഡിയോസാണല്ലോ.
ഇതിന് ഇപ്പം കയറി വന്നത് അതെ അന്ന് തന്നെ എടുത്താണോ? അന്ന് തന്നെ വീട് രണ്ടാമത് പോയി. ഞാൻ ബാഗ് അവിടെ വെച്ചൊക്കെയായിരുന്നു. ബാഗൊക്കെ പോയി എടുത്തിട്ട് വന്ന് ഫസ്റ്റ് മടക്കുളത്തിലേക്ക് ഒന്ന് കുളിച്ച് കുട്ടപ്പനായി നേരെ ക്യൂവിൽ പോയി നിന്നു. ക്യൂവിൽ നിന്ന് ഫോട്ടോസൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുളിച്ചിറങ്ങി വന്നു. സുന്ദര കുട്ടപ്പനായിട്ട് നേരെ വന്നു. തലമുടി ജീവാനുണ്ടായില്ല. ക്യൂവിൽ വന്ന് നിന്നു. ക്യൂവിൽ വന്ന ഫോട്ടോസൊന്നും എടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തതാണ്. ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ട് ഞാൻ നേരെ അവിടെ വന്നിരുന്നു. അപ്പോൾ അവിടെ എടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. ഈ സ്വാമിയാണ് എന്നോട് പറഞ്ഞത്, നീ എനിക്ക് தெரியாது, നീ ഇങ്ങ വന്ന് ദൈവമാ അതേ മനുഷ്യനാ, എന്തായാലും കേട്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ഒരു സെക്യൂരിറ്റി എന്നോട് വന്നിട്ട് പറഞ്ഞു, അവരുടെ ജോബാണ്, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ മുഴുവനും കേട്ടില്ല, നമുക്ക് കുറച്ച് കേൾക്കാതിരിക്കാനും പറ്റില്ല, നിയമം ഇവിടെയല്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നോക്കി. സമാധാനമായിട്ട് വേറൊരാളുടെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ നല്ല കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്കത് നടക്കേണ്ടി വരും. ഇത് ഇങ്ങനെ നമ്മളതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാനും കുറച്ച് അങ്ങനെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ ഒരു ഓർമ്മയ്ക്കും എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയനെയും കുടുംബത്തെയും ഇതൊക്കെ ആരെങ്കിലും നാളെ ഒരിക്കൽ കാണണം തോന്നുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കായി ഉപരി അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാർത്ഥനയുണ്ട്. നാളെ ഞാൻ ഇങ്ങനെ പോയ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ആരെയും കാണിക്കാനല്ല. ഏതായാലും ഇദ്ദേഹം ഇത് ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ട് വന്ന് ഞാനിരിക്കുന്ന സമയമാണ് കേട്ടോ. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3:30 ഞാൻ എല്ലാം കഴിഞ്ഞു തൊഴുത് കഴിഞ്ഞു. ഇവിടെ അമ്പലത്തിൽ വരുമ്പോൾ എന്തെങ്കിലും കല്യാണങ്ങൾ, ചില കല്യാണങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും നല്ല ബന്ധമാണെന്ന്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും, ദൈവമേ കൃഷ്ണൻ, ഞാനത് വേറെ തെറ്റായിട്ട് ധരിക്കരുത്, എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് നല്ല കണ്ടെത്തേക്ക് നല്ലൊരു ജോലിയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നൽ മാത്രമാണ്, എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഞാനിവിടെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഇതിനകത്ത് വേറെ യാതൊരുമില്ല. ഇത് പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഇവര് കൊടുത്തു. കണ്ടിരിക്കാൻ രസമായിരുന്നു. കണ്ടിരുന്നപ്പോഴത്തെ പിള്ളേരൊക്കെ തിരിച്ചു പറയണ്ടായിരുന്നു. ഒന്നും എനിക്കത് അത്രയും അതുകൊണ്ടല്ല, വേറെ പല കാര്യങ്ങളുണ്ട്. ഏതായാലും പറഞ്ഞു നിൽക്കുന്നില്ല. ഇതവിടെ Yeah.
സച്ചിദാനന്ദ നാരായണ ഹരേ. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തെങ്കിൽ പിറക്കുന്നു. അസുരന്മാർ നാരിജത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന പ്രപഞ്ചത്തു പ്രിയയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ണുന്ന ജീവന്മാർ ഭൂമിയിന്നത്തെ നേടുന്നു കർമ്മങ്ങൾ. ജീവനില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്തെ നേടുന്നു ജീവന്മാർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇതിൽ പോയിട്ട് പിന്നെ ഒരു സമയത്ത് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുണ്ട് ഇന്നത്തെ കാത്തു എന്താണ് വീട്ടിലെത്തി കുളിച്ചു കിടന്നുറങ്ങാൻ നോക്കുന്നു. എൻ്റെ 10-10:30 പറ്റി